ഹലോ, എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് നയന ഗർഭിണിയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് എല്ലാവരും. ആദർശമാണെങ്കിൽ നയനോട് സംശയവും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കേൾക്കാം കഥ മുഴുവനായിട്ടും. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയാണ്. അപ്പോൾ നയനയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അത് പറ്റിയിട്ടില്ല, ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നയനയ്ക്ക് വയറുവേദനയൊക്കെ ആയിട്ട് നയന ആകെ അസ്വസ്ഥതപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് നയന രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേക്കാനായിട്ട് കുറേ വൈകുകയാണ് കേട്ടോ. ആദർശാണെങ്കിൽ എന്നത്തെയും പോലെ തന്നെ കുളിച്ചൊരുങ്ങി നയന എഴുന്നേക്കാത്തതിൻ്റെ ദേഷ്യം കൂടി ഉണ്ടായിരുന്നു. ആദർശ് നയനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. നയന എഴുന്നേറ്റ് ഇതിപ്പോൾ എത്ര സമയമായെന്ന് അറിയാമെന്ന് ചോദിക്കുകയാണ്. എത്ര മണിക്കൂറായി കിടന്നുറങ്ങണം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നയന വേഗം തന്നെ ചാടി എഴുന്നേക്കാം. നയന പറയാണ്, സോറി ആദർശേട്ടാ, ഞാൻ വൈകിപ്പോയി, എനിക്ക് വയറിന് സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ട് തലേദിവസം കിടന്നത്, അതുകൊണ്ടായിരിക്കുള്ളൂ ഉറങ്ങിപ്പോയത്, എന്നോട് ക്ഷമിക്കുന്നു പറയാണ്. അങ്ങനെ വേഗം തന്നെ നയന കുളിയൊക്കെ കഴിഞ്ഞ് നേരെ താഴേക്ക് ചെല്ലുകയാണ്. അപ്പോൾ താഴേക്ക് ചെന്നത് ദേവയാനി ആണെങ്കിൽ ഇത് ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. ദേവയാനി നയനേനെ കുറേ ചീത്ത പറയുകയാണ്. ഇത് നിൻ്റെ വീടാണോടി, ഈ തോന്നിയ സമയത്ത് എഴുന്നേറ്റ് വരാനായിട്ട്? ഇത് നിന്നെ കെട്ടിക്കൊണ്ടുവന്ന വീടാണ്, എത്ര മണിക്കൂറായിടി നീ കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട്, ഇവിടെ എന്തെങ്കിലും നീ ഇന്ന് ചെയ്തോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് ചെറിയമ്മ വരികയാണ്. എന്നിട്ട് ചെറിയമ്മയാണെങ്കിൽ ദേവയാനിയോട് പറയാണ്, എടത്തി അവൾ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നതല്ലേ, ഇന്നിപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത വന്ന് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടക്കേട് വന്നതായിരിക്കുള്ളൂ, അതിനിങ്ങനെ ചീത്ത പറയേണ്ട കാര്യമുണ്ടോ? ചായയൊക്കെ ഞാനിട്ടില്ലേ, ഇനി എന്തിനിങ്ങനെ ചീത്ത പറയുന്നത്, അവളെ വെറുതെ വിട്ടേക്കാൻ പറയാം കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, കഴിഞ്ഞ ദിവസമുള്ള അവൾ പറഞ്ഞത് അവൾ ഇവിടുത്തെ ഹോം നേഴ്സാണെന്ന്. അപ്പോൾ ഹോം നേഴ്സേ ഇതുമാതിരി ഇറസ്പോൺസിബിളായിട്ടല്ല പെരുമാറുന്നത്, നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് മുത്തശ്ശന് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശൻ വരികയാണ്, നയന മോളെ ഇവിടെ ആരും ഒരു വേലക്കാരത്തിയായിട്ട് കണക്കാക്കണ്ട, ഈ അനന്തപുരി തറവാടിൻ്റെ അവകാശിയാണ് അവളും. അവളാരും തന്നെ ചീത്ത പറയേണ്ട കാര്യമൊന്നുമില്ല, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവളിടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണോ ചായ വേണ്ടത് അവർ തന്നെ അടുക്കളയിൽ കയറി ഇട്ട് കുടിച്ചോളാം, എല്ലാവർക്കും കൈയും കാലമൊക്കെ ഇല്ലേന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ദേവയാനി പതിയെ അടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നയനയാണെങ്കിലും ക്ഷമിക്കട്ടോ, ഞാൻ ഇത്തിരി വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് കയറി വേഗം തന്നെ പടപടാന്ന് പാചകങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. ഇതിനിടയിലാണെങ്കിൽ നയനയ്ക്ക് ഭയങ്കരമായിട്ടൊരു വോമിറ്റിംഗ് ടെൻഡൻസി വരിക കേട്ടോ. നയന വേഗം തന്നെ ഓടിച്ചെന്ന് വോമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചെറിയമ്മയാണെങ്കിൽ വേഗം തന്നെ ചെന്ന് നയനയുടെ പുറമൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നയനോട് ചോദിക്കുകയാണ്, അല്ല മോളെ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, അറിയില്ല ചെറിയമ്മ, എനിക്ക് പെട്ടെന്ന് എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഛർദ്ദിക്കാൻ വന്നതെന്ന് പറയാണ്. അങ്ങനെ നയനയെ കൊണ്ടുവന്ന് സെറ്റിയിലെടുത്താണ് ചെറിയമ്മ. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വരികയാണ്. അല്ല ഇതെന്ത് പറ്റി, നയനയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചെറിയമ്മയ്ക്ക് ചിരി വരികയാണ്. ചെറിയമ്മ പറയണേ, ഒരു സന്തോഷ വാർത്തയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും കാര്യം മനസ്സിലാവട്ടെ. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്, പ്രഗ്നൻ്റ് ആയിരിക്കുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ മുത്തശ്ശനും ഭയങ്കര സന്തോഷമാവും. മുത്തശ്ശി ചോദിക്കണം, അതെയോ സാവിത്രി എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ദേവയാനിയാണെങ്കിൽ ആക്കി പേടിച്ച് പറിച്ചിട്ട് നിൽക്കുക. ദേവയാനി ചോദിക്കുകയാണ്, എന്താ ജാനകി നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജാനകി ചെറിയമ്മ പറയാണ്, അതേന്നേ നമ്മളുടെ നയനമോൾ ഒരു അമ്മയാവാൻ പോകുന്നു, അതിൻ്റെ മുന്നോടിയായി ഇതൊക്കെയെന്ന് പറയാം കേട്ടോ. ഇത് കേട്ടത് നയനയും ആകിക്കൊണ്ട് ഷോക്കാവുന്നു, ദേവയാനി ഷോക്കാവുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ആദർശം ഇറങ്ങി വരുന്നുണ്ട്. ആദർശം ഇറങ്ങി വരുന്ന സമയത്ത് വേഗം തന്നെ ചെറിയമ്മ വയ്ക്കുകയാണ്, രണ്ടുപേരും കൂടെ പണി പറ്റിച്ചല്ലേ, എന്തായാലും നിങ്ങൾ അച്ഛനും അമ്മയാവാൻ പോവാണ്, അതിൻ്റെ ലക്ഷണമായിട്ടാണ് നയനമോൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാണ്. ആദർശം ഞെട്ടിത്തെറിക്കുക കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, ഇതൊരിക്കലും സാധ്യമല്ല, കാരണം എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും അവർക്കിടയിൽ ഉണ്ടാവില്ല എന്ന് പറയാം കേട്ടോ. ഇത് കേട്ടതും ജലജയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ദേഷ്യം വരെയാണ്. നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ദേവയാനി, ഇത്രയും നാളെ അവർ ഒരുമിച്ച് കഴിയുന്നു, അവൻ്റെ ഭാര്യയാണ് അവൾ, അവനൊരു പ്രായപൂർത്തിയായ പുരുഷനാണ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ്? അവനൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ ഏതൊരമ്മയ്ക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ തൻ്റെ മകന് കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ, നീ എന്താ ദേവിയാനി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് നയനയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവാം. നയന പറയാണ്, ഇല്ല എനിക്ക് ഫുഡ് പോയിസണാണ്, ഇന്നലെ തുടങ്ങി എനിക്ക് വയറിന് സുഖക്കുറവുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ചെറിയമ്മ ചോദിക്കുകയാണ്, ഇത് ഫുഡ് പോയിസൺ ഒന്നും അല്ല, ഞങ്ങൾക്ക് എന്താ കണ്ടാ അറിഞ്ഞൂടെ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ ആദർശ പതിയെ നമ്മുടെ നയനയെ വിളിച്ച് മാറ്റിയിട്ട് ചോദിക്കുകയാണ്, ഇതൊക്കെ എന്താ നയനെ, നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോലുമില്ല, എന്നിട്ട് പിന്നെ നീ ഇങ്ങനെ ഗർഭിണിയാവുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയനെ പറയുകയാണ്, എനിക്കറിയില്ല ആദർശേട്ടാ, ഇത് ഞാൻ ഗർഭിണിയായതൊന്നും അല്ല, എനിക്കെന്തോ ഫുഡ് പോയിസണാണ്, എനിക്ക് വയറിന് ഇന്നലെ തന്നെ സുഖം ഉണ്ടായിരുന്നില്ല, അതോ ഞാൻ ഇന്ന് എഴുന്നേക്കാൻ വൈകിയത് തന്നെ, ഇതാണ് എല്ലാവരും തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ചിന്തിച്ചതെന്ന് പറയണം. അപ്പോഴേക്കും ആദർശം പറയണം, അത് ശരി ഫുഡ് പോയിസൺ ആണോ, എങ്കിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട്
എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറയണം. അപ്പോഴത്തേക്കും നയന പറയുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവുമെന്ന് പറയണം. അപ്പോൾ ആദർശ് നിർബന്ധിക്കുകയാണ് അല്ല നയന എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയത് വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയാവാണ്. അപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായിട്ടോ. അപ്പോൾ അവരും പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ട് വാ, ചെക്കപ്പൊക്കെ നടത്തിയിട്ട് വാ എന്ന് പറയുന്നത് സന്തോഷ വാർത്ത ആണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ദേവയാനിയോട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ് എനിക്ക് സമയമൊന്നുമില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ട് മുത്തശ്ശിന് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശൻ ചോദിക്കുകയാണ് ദേവയാനി നീ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്, നീയല്ലേ കൂടെ പോകേണ്ടത്, നീയല്ലേ ആദർശിൻ്റെ അമ്മ, നീ എന്താ ഇതുപോലെയൊക്കെ. മുത്തശ്ശൻ പിന്നെയും ദേവയാനിയുടെ ശകാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ദേവയാനി പോകാത്ത സ്ഥിതിക്ക് ചെറിയമ്മ ഇവരുടെ കൂടെ പോവുകയാണ്. അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് പറയാണ് തലേ ദിവസത്തെ ഫുഡ് പിടിച്ചില്ല, അതിനെ തുടർന്നാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയാണ് ചെറിയമ്മയോടും ആദർശിനോടും നിങ്ങളൊന്ന് പുറത്തോട്ട് നിൽക്കുക, ഞാൻ എന്തായാലും ഇവരൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർ വേഗം തന്നെ സന്തോഷത്തോടുകൂടി വരികയാണ്. എന്നിട്ട് ഡോക്ടർ ആദർശിനോട് അകത്തേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയമ്മ ആദർശം അകത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്കും കൺഗ്രാജുലേഷൻ, നിങ്ങളൊരു അച്ഛനാവാനായിട്ട് പോകുന്നു, നിങ്ങളൊരു അമ്മയാവാൻ പോകുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ട് ആദർശം നയനയും ഞെട്ടി വിറയ്ക്കാണ് കേട്ടോ. അപ്പോൾ നയന ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നു. ആദർശ് വേഗം തന്നെ പറയുകയാണ് ഇതെങ്ങനെ സാധ്യവും, ഇതൊന്നും ഒരിക്കലും ശരിയല്ല, നിങ്ങളിത് എന്തൊക്കെ വിളിച്ച് പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ആകെ കൂടെ ഡൗട്ട് ആവുകയാണ്, ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നുള്ള രീതിയിൽ ഡോക്ടർ ചോദിക്കുകയാണ്. അല്ല തനിക്കിതെന്താണ് പറ്റിയത്, താനെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചെറിയമ്മ ഇടയിൽ കയറിയിട്ട് പറയുകയാണ് അത് പിന്നെ ഡോക്ടർ സോറി, ഇത് പെട്ടെന്നുള്ള സന്തോഷത്തിൽ ഇവനിങ്ങനെ പറഞ്ഞു പോയതാന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് പുറത്തോട്ടേക്ക് ഇറക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദർശിനെ റൂമിൽ നിന്ന് കൊണ്ടുപോവാണ് ചെറിയമ്മ. എന്നിട്ട് ആദർശിനോട് പറയണേ എൻ്റെ പൊന്നെ ആദർശ് എനിക്കിത് എന്താ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത്, നീ പെട്ടെന്ന് നിൻ്റെ അമ്മേനെ ഓർത്ത് കാണുമല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതൊന്നും സാരമില്ല, അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ചെറിയമ്മേ അതൊന്നുമല്ല കാര്യം, എനിക്ക് എങ്ങനെയാണ് ചെറിയമ്മയോട് പറയാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് നീ ഇനി ഒന്നും പറയണ്ട, ഇപ്പോൾ സന്തോഷമുള്ള സമയമാണ്, നീ മര്യാദക്ക് അങ്ങ് പോയെന്ന് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നയനയോട് പറയണം മോളെ നയനെ ഇനി ശ്രദ്ധിച്ചൊക്കെ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ കയ്യിൽ പിടിച്ച് ചെറിയമ്മ ഇങ്ങനെ നടത്തുകയാണ്. അപ്പോഴത്തേക്കും നയന പറയാണ് എൻ്റെ പൊന്ന് ചെറിയമ്മയോട് പറയണതിന് എന്താ കുഴപ്പം, ഞാനും ആദർശേട്ടനും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ഇങ്ങനത്തെ ഞാനൊരിക്കലും ഗർഭിണിയാവാൻ സാധ്യതയില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് എൻ്റെ പൊന്ന് നയനെ ഇങ്ങനെയൊക്കെ പറയല്ലേ, നിങ്ങൾ ഒരുമിച്ച് 8-9 മാസത്തോളം ആയില്ലേ ഒരുമിച്ച് കഴിയുന്നു, എന്നിട്ടും ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുക, മാത്രമല്ല ഞാൻ തന്നെ എത്ര തവണ കണ്ടിരിക്കുന്നു നിങ്ങളുടെ വാതിൽ ഓർന്ന് ഭയങ്കര സ്നേഹത്തോടുകൂടി ഇരിക്കുന്നത്, എനിക്ക് തന്നെ പലതവണ നാണം വന്നിട്ടുണ്ട്, ഒന്നും പറയണ്ട, നിങ്ങൾ വന്നേ ഒരു ടെൻഷനും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കയറ്റി ചെറിയമ്മ ഇങ്ങ് പോരും കേട്ടോ. അങ്ങനെ അവർ വീടെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയമ്മ പറയുകയാണ് അതേ നിങ്ങൾ അകത്തേക്ക് കയറല്ലേ, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞാൽ ആരതിയൊക്കെ എടുത്ത് വരികയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശനോടൊക്കെ കാര്യം പറയുകയാണ് നമുക്ക് വീട്ടിൽ വേറൊരു ഭാവയും കൂടെ വരാൻ പോകുന്നു എന്നറിയാണ്. എന്തായാലും അവരും ഭയങ്കര സന്തോഷമാകുന്നു. ആരതി കുഴിഞ്ഞ് നമ്മുടെ നയനയെ കയറ്റുന്നുണ്ട്. ആദർശാണെങ്കിൽ രൂക്ഷഭാവത്തോടുകൂടി നയനയെ നോക്കുകയാണ്. ആദർശിൻ്റെ വിചാരം നയനയ്ക്ക് മറ്റേതൊരു അഫെയർ ഉണ്ടെന്നാണ് ആദർശിൻ്റെ വിചാരം. നയനയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു, തനിക്കും ആദർശേട്ടൻ്റെ ഇടയിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ താനെങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നുള്ള റിസൾട്ട് വന്നു എന്ന് ഓർത്തിട്ട് ഒരെത്തും പിടുത്തവും ഇല്ലാണ്ട് നയന നിൽക്കുകയാണ്. അതേസമയം തന്നെ ദേവയാനിയാണെങ്കിലോ തൻ്റെ മോൻ തന്നെ ചതിക്കുകയായിരുന്നു, പറഞ്ഞ വാക്കൊന്നും പാലിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയും രൂക്ഷഭാവത്തോടുകൂടി നിൽക്കുകയാണ്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഭയങ്കരമായ സന്തോഷവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത്. ഇതിൻ്റെ ബാക്കി പുറകെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.